ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മൾ കളിക്കാവുന്ന ഗെയിമിൻ്റെ പേരാണ് കണ്ട പറഞ്ഞിലേക്ക് അതെ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് കാർ സിമുലേറ്റർ 2 ആണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക. ഓക്കെ, 100K നമ്മൾ ഈ ഒരു വീഡിയോക്ക് പ്രതീക്ഷിക്കുന്നതിലേക്ക്. പിന്നെ ഇതിൽ നിങ്ങൾ പറയുന്ന വണ്ടി നമ്മൾ എടുക്കും. ഓക്കെ, നിങ്ങൾ പറയുന്ന മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യും. കമൻറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ നിങ്ങളെ നമ്പർ പ്ലേറ്റും നമ്പർ പ്ലേറ്റിൽ നിങ്ങളെ പേരും കറലൊക്കെ ഇടും. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യാം, നിങ്ങൾ എന്താ നമ്പർ പ്ലേറ്റിൽ നിങ്ങളെ പേരിടും. നിങ്ങളെ പേര് കമൻറ്റ് ചെയ്താൽ നിങ്ങളെ പേര് ഇടുന്നതാണ് നമ്മൾ നമ്പർ പ്ലേറ്റിൽ കറലൊക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് നേരെ ഒരു വണ്ടി നേരെ ഇവിടെ പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. നമുക്കൊരു ടാക്സി കാറ് മേടിക്കണം ഫസ്റ്റ്. ഓക്കെ, നമുക്ക് ടാക്സി ഓടാനൊക്കെ തുടങ്ങാം. നമുക്ക് അതിലിപ്പോൾ പെട്രോൾ അടിച്ചോളാം. സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വണ്ടി കളറ് മാറ്റണം. ബട്ട് നമ്മളിപ്പോൾ ടാക്സി വണ്ടി മേടിക്കണം. നമുക്ക് അത് ടാക്സി അല്ല, നമുക്കൊരു ടാക്സി കാർ മേടിക്കാൻ വേണ്ടി പോകുന്നു. ടാക്സി കാർ നിങ്ങൾ പറയണ കാർ സിമുലേറ്ററിൽ നിങ്ങൾ പറയണ എല്ലാ ചലഞ്ചും നമ്മൾ ചെയ്യണതാണ്. കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്പർ പ്ലേറ്റിൽ ഇനി കമൻറ്റ് ബോക്സിൽ പേരടിക്കുന്നവർക്ക് എല്ലാവരും പിൻ ചെയ്യുന്നതാണ്. കമൻറ്റ് ബോക്സിലും കാറിലൊക്കെ. ഓക്കെ, ഒരു ഗൈസ് നമ്മളിപ്പോൾ ഇതാ ഇവിടെ പച്ച വണ്ടി ഇത് പറ്റില്ല. ഇത് പറ്റും. നമുക്ക് ഈ ഒരു വണ്ടി എടുത്തിട്ട് പോവാം. അപ്പോൾ ടാക്സി ആയിട്ട് നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് വർക്ക്ഷോപ്പ് പണി കഴിച്ചിട്ട് നമുക്ക് വണ്ടി ഫുള്ളായിട്ട് അങ്ങോട്ട് ടാക്സിക്ക് ഇറക്കാം. ഫസ്റ്റ് വർക്ക്ഷോപ്പ് പണി റോങ്സൈഡൊക്കെയാണ് എടുക്കുന്നത്. ആരും തെറ്റ് കരിക്കരുത്, പോലീസിനെ കൊണ്ട് മുപ്പിടിപ്പിക്കരുത് മക്കൾ. പിന്നെ ഇതിൽ മൾട്ടിപ്ലെയർ ആണ്. മൾട്ടിപ്ലെയറായി കളിക്കുന്നവർ ജസ്റ്റ് നെയിം കമൻറ്റ് ചെയ്യുക. ഇന്ന സ്ഥലത്ത് വന്നിക്കുക എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് വന്നാലും മതി. നമ്മളെ എയർപോർട്ടില്ല അവിടെ വന്നാൽ മതി. ഫസ്റ്റ് തന്നെ എൻ്റെ അലോ ഒന്ന് മാറ്റാം. അലോവി ഓക്കെ, നിങ്ങൾ പറയുന്ന അലോവിയിൽ സെറ്റ് ചെയ്യണതാണ്. തൽക്കാലത്തിന് ഇപ്പോൾ ഞാൻ ഈ ഒരു അലോവിയിലും കടലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞ ഇഷ്ടമുള്ള അലോവിയിൽ ഇടുന്നതാണ്. നമുക്ക് ഈ വണ്ടിൻ്റെ എല്ലാം സ്റ്റോക്ക് മാറ്റി വേറെ ഇതാക്കാം. സ്റ്റോക്കിനൊക്കെ ചേഞ്ച് ചെയ്യാം. സ്റ്റോക്കൊക്കെ ഫുള്ള് സ്റ്റോക്ക് മാറ്റി സെറ്റാക്കുന്നുണ്ട്. ടാക്സിൻ്റെ ഇത് വെക്കണമെങ്കിൽ ആഡ് കൊടുക്കണം. ജസ്റ്റ് ഞാൻ പിന്നെ ആഡ് കൊടുക്കട്ടെ. വലിയ അപ്പോൾ നമ്മൾ ടാക്സിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. വണ്ടീൻ്റെ ടാക്സി ഒക്കെ. നെക്സ്റ്റ് ഇതിന് നമ്പർ പ്ലേറ്റ് ഒന്ന് നൽകും. നമ്മളിപ്പോൾ തൽക്കാലത്തിന് RS ബോസ് നൽകാം. അല്ലെങ്കിൽ എന്താ ബോസിന് മാത്രം ഇടാം. നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടും നമ്പർ പ്ലേറ്റ് ആയിട്ട്. നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ഇടും. ജസ്റ്റ് ഫസ്റ്റ് അതിന് നിങ്ങൾ സബ് ചെയ്യണം. സബ് ചെയ്തല്ലാണ്ട് ഞാൻ ഇടില്ല. സബ് ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാൻ നിങ്ങളെ നെയ്യും. ഞാൻ അതിന് എടുത്ത് ഓരോരുത്തരുടെ പേരിന് ഓരോ വണ്ടിയിലും ഞാൻ ഓടിക്കുന്നതനുസരിച്ച് നമ്പർ പ്ലേറ്റിൽ ഇടുന്നതാണ്. പോയി വണ്ടിയിൽ അലയൊക്കെ നോക്കില്ല. സസ്പെൻഷൻ അടിപൊളി. ഈ ഒരു വണ്ടിക്ക് ഏത് കളറാണ് നല്ലതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഇടുക. അപ്പോൾ തൽക്കാലത്തിന് ഞാൻ റെഡ് കളർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അലോവിയിൽ ഞാൻ ഒരു സിൽവർ കളറും കാറിലൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ. ബ്ലാക്ക് കൊടുക്കാതല്ലേ, ബ്ലാക്കും കാറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അലോവയിലും കാറിലൊക്കെ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റിക്കർ വർക്കും കൂടി ചെയ്തിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. വണ്ടി സ്റ്റിക്കറൊക്കെ ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു നമ്പർ ഇടാം. നമ്പർ ഇടുക 13. 13.
ഓക്കെ സെറ്റ് സെറ്റ് 13. ഇത് നമുക്ക് കൂടെ 13. അതാണ് നമ്മളെ വണ്ടീൻ്റെ നമ്പർ 13. ഓക്കെ തൽക്കാലത്ത് ഇട്ടിട്ടുള്ളതാണ്. നിങ്ങളൊന്ന് പ്രത്യേകിച്ച് ഇതാക്കട്ടെ. നിങ്ങൾ പറയണ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വണ്ടിക്ക് ഇടും. ഓക്കെ നമ്മളിപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് കാർ സിമുലേറ്റർ 2ൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഗൈസ്. ഓക്കെ വണ്ടിയിൽ പാട്ടൊക്കെ ഉണ്ട്, ബട്ട് ഞാൻ ഇടുന്നില്ല, ഇഷ്ടമല്ല ഇതിൽ പാടും കാര്യങ്ങളും. അടുത്ത് നമുക്ക് ടാക്സി പിടിക്കാൻ പോവാം. ടാക്സിൻ്റെ സ്ഥലം ലൊക്കേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ വണ്ടിയും ചേടാക്കട വണ്ടിയിൽ പെട്രോൾ അടിക്കുക, ഫുൾ ടാങ്ക് അടിച്ചിടുക, പിന്നെ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ വെക്കണത് ഇവിടെയാണ്. ഇവിടുന്ന് നേരെ പോവുക, സ്ട്രെയിറ്റ് പോകണ്ട. ഇവിടുന്ന് നേരെ പോയി റൈറ്റ് എടുക്കുക, റൈറ്റിന് നേരെ പോവുക, എന്നിട്ട് അവിടുന്ന് ലെഫ്റ്റ് എടുക്കുക. ഓക്കെ ഓക്കെ കറക്റ്റ് സിഗ്നലിന് ആണ് നമ്മൾ പോവുക. അയ്യോ റിവേഴ്സ് വേടാ. അതിൻ്റെ ഉള്ളിലേക്കാരുടെ വണ്ടി അടിച്ചിട്ടില്ല ഗൈസ്. വെയിറ്റ് ചെയ്യും, ഞാൻ ഈ വണ്ടിൻ്റെ എന്തൊരു ഇതുണ്ട് റെഡി ആക്കട്ടെ. വെയിറ്റ് ഒക്കെ മഴ റെഡി ആക്കിയിട്ടുണ്ട്. നേരെ പോയാൽ മതി. നമുക്ക് ഈ വണ്ടിക്ക് എന്താ പേരെന്താന്നൊക്കെ കമൻറ്റ് ചെയ്യും. ഈ വണ്ടിൻ്റെ പേരെന്താന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇതാണ് ടാക്സി 2463. പൈസ വേണ്ട, കാരണം ഇത് അൺലിമിറ്റഡ് ആണ്. എന്നാലും ടാക്സി പോകണമെങ്കിൽ ഇതേ പറ്റൂ, അങ്ങനെ പറ്റില്ല. റിവേഴ്സിലിട്ടാണ് നന്നായി. 4 കിലോമീറ്റർ ഉണ്ട്. എന്താ പഴക്കൊന്നുമില്ലല്ലോ. ചങ്ങറോളത്തേക്ക് പോയി 4 കിലോമീറ്റർ തേച്ചില്ല. ഇത്ര ദൂരം ബാക്കിലേക്ക് ആണെങ്കിൽ കട്ട് എടുക്കണം. അവിടെ നിന്ന് കട്ട് ചെയ്യണം. നമ്മൾ നിലമ്പോലെ എടുക്കല്ലോ, കട്ടിങ് ഇല്ല. എൻ്റെ കാലത്ത് സിഗ്നലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഓടിക്കുക. ഇവിടെ അടുത്താണ്. എടാ നല്ലപോലെ വണ്ടി ഓടിച്ച് പോട്ടാ. ഇതെങ്ങനെ കൊണ്ടുവന്നത് പിടിയില്ല. പിന്നെ ഏഷ്യായിട്ട് ഇവിടെ പിന്നെ വണ്ടി എടുത്തപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, റിവേഴ്സ് എടുക്കുക വണ്ടി ഫസ്റ്റ്. ഇത് റോങ് സൈഡാണെന്ന് നമുക്ക് അറിയാം. പക്ഷേ ഈ കാണുന്നത് കയറണമെങ്കിൽ ഇങ്ങനെ വണ്ടി എടുത്തെടുത്ത് ഒന്നും ചെയ്യാണ്ട് കാണാം. നിങ്ങൾ മുട്ടാച്ചിടാ. ഇത് പിന്നെ വണ്ടി കയറില്ല, നമ്മൾ എക്സിറ്റടിച്ച് കൊണ്ടി വരും. ഇനി എങ്ങോട്ടാ പോകണ്ടിയാവോ? അല്ല 8 കിലോമീറ്ററാണ് പുറത്തിറങ്ങാം. മറിക്കാൻ മക്കളെ. ഇതാ നമുക്ക് ലേറ്റൊക്കെ 2 മിനിറ്റിനുള്ളിൽ എത്തി. ബ്രോ ഡ്രൈവറാ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കട്ടെടുത്താൽ പറ്റും കേട്ടാ. നമ്മൾ നല്ല ഡ്രൈവറാണ്, നല്ല ഡ്രൈവറാ. ഇപ്പോൾ കട്ടെടുക്കേണ്ട ആവശ്യം, ഷോർട്ട് കട്ട് പോലെ എടുക്കേണ്ട ആവശ്യം നമുക്കൊരു ആവശ്യമില്ല. വെറുതാണ്. എന്നാലും പിന്നെ എന്തെങ്കിലും സമയത്തിന് എത്തിച്ചില്ലെങ്കിൽ പൈസ ഇല്ല, ഒന്നുമില്ല. അതൊക്കെ ഇവിടെ അങ്ങനെ എടാ അത് ഇടിച്ചു പറിച്ചിടേണ്ടി വരും. അഴിച്ച് എത്രയുള്ളൂ ഞങ്ങളത് ബാക്കൊന്ന് അതെ ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ മക്കളൊന്നും ഇല്ല. ഇനി 1052 പൈസ എടുക്കില്ല. ലിമിറ്റ് ടൈംസ് ലിമിറ്റ്. അടുത്ത കസ്റ്റമർ പിക്കപ്പ് റോങ് സൈഡ് ടാക്സി. ഇതാ പോണട അപ്പുറത്ത് ടാക്സി. ടാക്സി അപ്പുറത്ത് പോകുമ്പോൾ നമ്മൾ വേറെ ടാക്സി ചെയ്യുന്നുണ്ട്. ഇവിടെ ആണോ?
ഒരു മിനിറ്റ്. എടാ അങ്ങണ്ടാടാ പോടാ പൊട്ടാ. മഞ്ചാണ് സൂചിപ്പിടിക്കാൻ സ്റ്റേഷൻ്റെ വേണം. സ്റ്റേഷൻ്റെ അടുക്ക് വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ പറ്റും. നമുക്ക് വണ്ടിയിൽ പെട്രോൾ അടിച്ചിട്ട് ചേച്ചി ഒന്ന് വെയിറ്റ് ചെയ്യണേ. വണ്ടിയിൽ പെട്രോൾ ഇല്ല. പെട്രോൾ അടിക്കട്ടെ. ചേച്ചി വണ്ടിയിൽ പെട്രോൾ ഇല്ല. പെട്രോൾ അടിച്ചിട്ട് വരാം. ഇപ്പോൾ വരെ ചേട്ടാ ഒരു ഫുൾ ടാങ്ക്. ചേട്ടാന്ന് പറയപ്പെടാ ആരുമില്ല. നമ്മൾ തന്നെ ഇറങ്ങിയെടുക്കണം. മുഞ്ചാനായിട്ട് ഓരോരുത്തർ അറിയുമ്പോൾ 5400 രൂപക്ക് ഫുൾ ടാങ്ക് പെട്രോൾ. അടയടേ ഇനി നമ്മളെ വണ്ടി AC ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. നേരത്തെ വന്ന കസ്റ്റമർ പാവം AC ഒക്കെ ഉണ്ട് വിചാരിച്ച് വയർ കുളിച്ചിട്ടാണ് ഇറങ്ങുക. നമ്മളെ പഴയൊരു വണ്ടിയാണ്. സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ്. പുതിയതൊന്നുമില്ല. സെക്കൻഡ് ഹാൻഡ് ഷോറൂമിൽ നമുക്ക് എടുത്തില്ല വണ്ടി. അതുകൊണ്ട് AC ഒന്നും നിഹിച്ചാത്ത ഓക്കെ. അവിടെ പിടിച്ചെടുക്കല്ലോ മതി. ചേട്ടാ അവിടെ കൂടാ. അടിച്ചാത്ത രീതി കൊണ്ടിട്ട് ബാക്കിൽ ഒരു വണ്ടി വന്നാൽ ചത്താനും മുട്ടാനും പാടില്ല. എന്നാലും വെള്ള ഞങ്ങളൊക്കെ നടന്ന ആ സീറ്റിലാണ്ട് ഇരുന്നാൽ പറയും. ഞങ്ങളുടെ വണ്ടി കളിച്ച് 1 മിനിറ്റ് എടുക്കട ഷോർട്ട് കട്ട്. ഷോർട്ട് കട്ട് പിന്നെ ഷോർട്ട് കട്ട് തിരിച്ചെടുത്ത് തരാം. തിരിച്ചെടുക്കാം. ഈ ശമ്പൊന്നെ ഇതിന് വേണ്ടിട്ടാണ് പോള നടന്നു വരുന്ന ദൂരമുള്ളൂ. 2463 റിവാർഡൊക്കെ കിട്ടുമെന്ന് പറയുന്നു. നമ്മളിപ്പോൾ എന്താ വേണ്ടി കണ്ടിട്ട് പോകും. ഒരു ഡ്രൈവ് കൊണ്ട് കൊടുക്കാമല്ലോ. ഇതേപോലെ വല്ല നടക്കട്ടെ. നടന്ന് പഠിക്കുക. ഈ തടിയൊന്നും വെച്ച് നടക്കല്ലേ. വയ്യാണ്ടാവും. തടി വെച്ച് നടക്കണം. വണ്ടി കയറി സൂക്ഷിച്ച് പോകാൻ പാടില്ല. വണ്ടിയുടെ പെട്രോളും കഴിയും. വണ്ടിക്ക് നഷ്ടമാണ്. വയസ്സാണെങ്കിലും വേണ്ടത് അൺലിമിറ്റഡാ. പേടിക്കണ്ട. റോങ് സൈഡ് കെട്ടി വണ്ടി കെട്ടി പറഞ്ഞു ഭീഷണി കൊടുത്തു. ഇങ്ങോട്ട് വന്നൂറാ. കോട്ട അപ്പുറത്താന്ന് പോലും. ഞാൻ ഇവിടെ വണ്ടി എടുത്തു. വണ്ടി എടുത്തിട്ട് വരുന്നില്ല. ഒന്ന് വെയിറ്റ് ചെയ്യേ ചേട്ടന്മാരെ. ഇതൊന്ന് കയറിക്കോട്ടെ. 3 എണ്ണം ഉണ്ട്. കേറാ വേഗം. അങ്ങണ്ടാ മക്കളെ. അങ്ങണ്ടാ ഇതെന്താ വെച്ചാൽ മറ്റേ ഈ ഇൻഡിക്കേറ്റർ ഇട്ടെന്ന് വെച്ചാൽ അണ്ണാക്കി കൊണ്ടുപോയി വരാൻ ഞാൻ ചിലപ്പോൾ കയറ്റിന്ന് വരും. കൊണ്ട് അപ്പം തന്നെ പോസ്റ്റൊക്കെ ആയി. അടുത്തതിൽ എന്തൊക്കെ ആവുമെന്ന് സംശയം. എന്നാൽ ഞാൻ ഈ ഒരു ഇൻഡിക്കേറ്റർ ഇട്ടാണ് എങ്ങാണ്ട് കയറ്റിട്ട് ഇത്തരമുള്ള പണി ഉള്ള പോലീസ് സ്റ്റേഷൻ്റെ ഉണ്ട്. അതിനൊക്കെയുള്ള ഷോർട്ട് കട്ട് എറടേ ടിപ്പ് വരുമോ? ടിപ്പ് ഒന്നടാ 63 മതി. ഞാൻ എൻ്റെ വണ്ടിന് 6 GB എന്നിട്ട് ലൈറ്റ് വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. നമുക്ക് AC ഒക്കെ ഇവിടെ നിന്ന് വാങ്ങി വെക്കാം. അങ്ങനെ കഴിച്ച് AC ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓണത്തിലൊന്നും കോട്ടണ്ട. കാരണം സാധനങ്ങളൊക്കെ ഉണ്ടാവാൻ ലൈറ്റ് കളർ വേണം. റെഡ് മതിയാവും. അത് ബ്ലാക്ക് മതിയാവും. അത് ബ്ലൂ മതിയാവും. പക്ഷെ ഇതിന് പൈസ കൊടുക്കണ്ട.
അൺലോക്ക് ചെയ്തിട്ടുണ്ട്. റെഡ് കോള പോരെ, എത്ര പോരെ വണ്ടിക്ക്? ഇത് പോരടാ അലിയ. ചുറുക്കനായിട്ടുണ്ട് വണ്ടി, ചുറുക്കൻ. കാണിച്ചരാ ഇതെന്താടാ? ചുറുക്കനായിട്ടുണ്ട് വണ്ടി, കാണിച്ചരാ. ഞാൻ കാണിച്ചിത്തരുന്നു. നിർത്തടാ അവിടെ. ചുറുക്കനായിട്ടുണ്ട് വണ്ടി. എന്താടാ എടാ, എന്താടത്? എന്താടാ ഞാൻ കാണിച്ചരേ, വെയിറ്റ് ചെയ്യേ. ഇങ്ങനല്ലടാ, ഇങ്ങനല്ല, ഇത് തിരിച്ചില്ല. അപ്പം ബാക്കിലേക്കെല്ലാം പോയി. അങ്ങനെയല്ല, അങ്ങനെ സ്റ്റാർട്ടാക്കില്ല, എന്നിട്ട് ഇറങ്ങാം. അല്ല, അങ്ങനെയല്ല, അങ്ങനെയാണ്. ഇപ്പം ശരിയായി. നിങ്ങൾ പൊന്ത് പൊന്ത് പൊന്ത്. ഓക്കെ, അവിടെ പൊന്തടാ. ഏതാ വണ്ടി അളിയ? പൊന്നളിയ, വണ്ടി അങ്ങോട്ട് നോക്കിയേ, അങ്ങോട്ട് നോക്കിയേ. ഏത് സാധനം? എങ്ങനെയുണ്ട്? പറ പറ, എങ്ങനെയുണ്ട് സാധനം? പൊന്നളിയ, എങ്ങനെയുണ്ട്? പറ പറ. എങ്ങനെയുണ്ട് വണ്ടി? പറ പൊന്നളിയ. ഇതുണ്ടല്ല, ഇത് കലക്കും. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് നമ്മൾ പാർട്ട് 1 ഉണ്ട്. കൂടുതൽ ടൈമൊന്നും ഞാൻ ഈ വീഡിയോ ഇല്ല, ഇവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ലൈക്ക് ചെയ്യാത്തവർ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടല്ലോ, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാൻ വെച്ചാൽ ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണതാണ്. ഓക്കെ, അപ്പോൾ ഇനി കുറേ നേരം കളിച്ചാൽ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തി ആവും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാമോ? അപ്പോൾ ബൈ ബൈ ഗൈസ്, ബൈ ബൈ.